ബ്രീത്തിങ് എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ നന്നായിട്ട് നമുക്കറിയാം അല്ലേ. അതായത് നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻ ഒന്ന് റെഡിയാക്കാനും നമ്മുടെ ബ്ലഡ് കറക്റ്റായ രീതിയിൽ എഫക്റ്റീവായിട്ട് പമ്പ് ചെയ്യാനും ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടാനും നമ്മുടെ റെസ്പിറേറ്ററി ഫംഗ്ഷൻ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും ബ്രീത്തിങ് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ഫംഗ്ഷനിൽ എനർജി ലെവൽ പോലും മാറി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കൂടുതലായിട്ട് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ശ്വസന വ്യായാമം ചെയ്യുക എന്നുള്ളത് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പറ്റുവാണെന്നുണ്ടെങ്കിൽ ബാൽക്കണി പോയാലും പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ആ ഒരു ഫ്രഷ് എയർ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് ഹോൾഡ് ചെയ്ത് പുറത്തേക്ക് വിടുക. അത്രയേ ഉള്ളൂ ബ്രീത്തിങ് എക്സസൈസ്. ഇതൊരു റിതമാറ്റിക്കായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ബോഡി കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ബ്രീത്തിങ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കയ്യിൽ വായുമുദ്ര പിടിച്ചതിന് ശേഷം വലത്തെ മൂക്ക് അടച്ചു വെച്ച് ഇടതേ മൂക്കിലൂടെ ശ്വാസം പതിയെ ഉള്ളിലേക്കെടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് 2 സെക്കൻഡ് മതി. വലത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയാണ് കേട്ടോ. ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്ത് വെച്ച് ഒന്ന് ഹോൾഡ് ചെയ്ത് മറ്റേ മൂക്കിൻ്റെ ഹോളിലൂടെ പുറത്തേക്ക് വിടുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് സ്വിച്ചിങ് ആണ്. അപ്പം ശ്വാസം കറക്റ്റായിട്ട് കയറുന്നതും ഇറങ്ങുന്നതും നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം റിലാക്സേഷന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു 30 പ്രാവശ്യമെങ്കിലും ചെയ്തതിന് ശേഷം നമ്മൾ റിലാക്സിങ് പോസ് 2 മൂക്കിലൂടെ ശ്വാസം പതിയെ എടുത്തിട്ട് വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നോർമലായിട്ട് ചെയ്യണമെങ്കിൽ 2 വിരലുകൾ കൊണ്ടും ചെയ്യാം കേട്ടോ. മുദ്ര പിടിക്കണമെന്നൊന്നുമില്ല. ഒരു മൂക്കിൽ അടച്ചു വെച്ച് മറ്റേ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക, ഒന്നിലൂടെ എടുക്കുക, മറ്റേലൂടെ പുറത്തേക്ക് വിടുക.